أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في هذا لبلاغا لقوم عابدين وما أرسلناك إلا رحمة للعالمين. قل إنما يوحى إلي أنما إلهكم إله واحد فهل أنتم مسلمون. فإن تولوا فقل آذنتكم على سواء وإن أدري أقريب أم بعيد ما توعدون. إنه يعلم الجهر من القول ويعلم ما تكتمون. وإن أدري لعله فتنة لكم ومتاع إلى حين. قال رب احكم بالحق وربنا الرحمن المستعان على ما تصفون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അംബിയയിലെ അവസാനത്തെ 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫഹൽ അൻതും മുസ്ലിമൂൻ. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നമാ യൂഹാ ഇലയ്യ, തീർച്ചയായും എനിക്ക് ബോധനം നൽകപ്പെട്ടിട്ടുള്ളതും. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നമാ യൂഹാ ഇലയ്യ, തീർച്ചയായും എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ദൈവം ഒരേ ഒരു ഇലാഹ് മാത്രമാണ് എന്ന്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇലാഹ് ഒരു ഇലാഹ് മാത്രമാണ് എന്നാണ് എനിക്ക് ബോധനം നൽകപ്പെട്ടിട്ടുള്ളത്. ഫഹൽ അൻതും മുസ്ലിമോൻ, നിങ്ങൾ മുസ്ലിംകളാകുന്നുണ്ടോ? നിങ്ങൾ മുസ്ലിംകളാകാൻ തയ്യാറുണ്ടോ? വഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ, ഫൈൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ, ഫഖുൽ, നബിയെ താങ്കൾ പറയുക, ആദന്തുക്കും അലാ സവായിൻ, ഞാൻ എല്ലാവർക്കും ഒരുപോലെയാണ് കേൾപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രബോധനം നടത്തിയിട്ടുള്ളത്. ഞാൻ എല്ലാവർക്കും ഒരുപോലെയാണ് പ്രബോധനം നടത്തിയിട്ടുള്ളത്. വൈനദ്രി, എനിക്കറിയില്ല, അ ഖരീബുൻ, അടുത്താണോ, അം ബഈദുൻ, അല്ലെങ്കിൽ അകലെയാണോ, മാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്ന്. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ശിക്ഷ അത് അടുത്താണോ അകലെയാണോ എന്ന് എനിക്ക് അറിയുകയില്ല എന്ന് നബിയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി, തീർച്ചയായും അവൻ അറിയുന്നു ഉറക്കെയുള്ള സംസാരം, ഉച്ചത്തിലുള്ള സംസാരം അള്ളാഹു അറിയുന്നു. വയഅലമു മാ തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നതും അവൻ അറിയുന്നു, നിങ്ങൾ മറച്ചു വെക്കുന്നതും അവൻ അറിയുന്നു. വൈനദ്രി, എനിക്കറിയില്ല, ലഅലഹു ഫിത്നത്തുൻ ലക്കും, അത് നിങ്ങൾക്ക് ഫിത്നയാണോ കുഴപ്പമാണോ എന്ന്. അത് നിങ്ങൾക്ക് ഫിത്നയാണോ അഥവാ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. വൈനദ്രി ലഅലഹു ഫിത്നത്തുൻ ലക്കും വമതാഉൻ ഇലാ ഹീൻ, ഇനി കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിത സൗകര്യമാണോ എന്നും എനിക്കറിയില്ല. കുറഞ്ഞ കാലത്തേക്കുള്ള
ജീവിത സൗകര്യമാണോ അത് എന്നും എനിക്കറിയില്ല. കാല, അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബിഹ്കും ബിൽ ഹഖ്, അള്ളാഹുവെ നീ സത്യസന്ധമായി വിധിക്കണം, അള്ളാഹുവെ നീ സത്യസന്ധമായിട്ട് വിധിക്കണം. വറബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ് അർ റഹ്മാൻ, റഹ്മാനാണ്, പരമകാരുണികനാണ്. അൽ മുസ്താനു, സഹായിക്കാൻ കെൽപ്പുള്ളവനുമാണ്. അലാമാ തസിഫുൻ, നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ എന്നെ സഹായിക്കാൻ കഴിവുള്ളവനുമാകുന്നു ഈ രക്ഷിതാവ്. കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകരോട് ഇന്ന ഫീ ഹാദാ ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ, ആരാധനയിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ സന്ദേശമുണ്ട് എന്നും, വമാ അർസൽനാക ഇലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകർക്കും കാരുണ്യമായിട്ടാണ് താങ്കളെ അയച്ചിട്ടുള്ളത് എന്നും പറയുകയുണ്ടായി. ഇവിടെ ഈ സൂറത്തിൻ്റെ അവസാനമാണ്. വൽ നബിയെ, താങ്കൾ പറയുക, ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നബിയെ താങ്കൾ പറയുക, എനിക്ക് ബോധനം നൽകപ്പെട്ടത് നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹാണ് എന്നാണ്. ഫഹൽ അൻതും മുസ്ലിമോൻ, നിങ്ങൾ മുസ്ലിം ആവാൻ തയ്യാറല്ലേ? നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ മുസ്ലിം ആകുന്നുണ്ടോ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധനം നൽകിയിട്ടുള്ളത്, വഹി അറിയിച്ചിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്. അതായത് അള്ളാഹു അവൻ ഏകനാണ്, ആരാധനക്കർഹനായി അള്ളാഹു മാത്രമേയുള്ളൂ എന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഥവാ അദ്ദേഹത്തോട് പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് ഫഹൽ അൻതും മുസ്ലിമുൻ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുന്നുണ്ടോ? നിങ്ങൾ വഴിപ്പെടാൻ തയ്യാറുണ്ടോ അള്ളാഹുവിന് എന്ന് പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്. ഇനി അങ്ങനെ ചോദിച്ചിട്ടും ഫൈൻ തവല്ലോ, ഇനിയും നിങ്ങൾ അവഗണിച്ച് നീങ്ങാനാണ് ഭാവമെങ്കിൽ, അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, ഫഖുൽ, നബിയെ താങ്കൾ പറയുക, ആദന്തുക്കും അലാ സവായിൻ, നിങ്ങളെ നാം അറിയിച്ചത് തുല്യമായ നിലയിലാണ്. എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ബോധനം നൽകാൻ ആവശ്യപ്പെട്ടത് അത് ഒരാളെയും വ്യത്യാസമില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജനങ്ങളെ അറിയിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള കർത്തവ്യം. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, യാസീനിൽ പറഞ്ഞ പോലെ വ്യക്തമായി എത്തിക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ മേലിൽ ചുമതല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഞാൻ ഈ ദൗത്യം എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, അഖരീബുൻ അം ബഈദും മാ തുഅദു, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം, ഈ ശിക്ഷ, ഇത് അടുത്താണോ അകലെയാണോ എന്ന് എനിക്കറിയില്ല. അഥവാ ശിക്ഷ വരാനിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നല്ലാതെ ആ ശിക്ഷ എപ്പോഴാണ്, അടുത്താണോ അകലെയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഐഹിക ശിക്ഷയാണെങ്കിലും, നിങ്ങളോട് വിളംബരം ചെയ്ത യുദ്ധമാണെങ്കിലും, സത്യവിശ്വാസികൾ സത്യനിഷേധികളെ അതിജയിക്കുക എന്നാണ്, അടുത്താണോ അകലെയാണോ, ഇതൊന്നും തന്നെ അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനും പറ്റില്ല എന്ന് പറഞ്ഞേക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് പറയുന്നത്. ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വ യഅലമു മാ തക്തുമൂൻ, നിങ്ങൾ മെല്ലെ സംസാരിച്ചാലും, നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്താലും അതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും, ഉറക്കെ പറഞ്ഞാലും അള്ളാഹുവിനറിയും. അപ്പോൾ അതിൽ
അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നു, രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധനം നൽകുകയാണ് ഇവിടെ ഉദ്ദേശം. എന്നിട്ട് പറയുന്നു, വൈൻ അദ്രി ലാലഹു ഫിത്നത്തുല്ലക്കും മത്താവിൻ ഇലാഹീൻ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് പരീക്ഷണവും അല്പകാലത്തേക്കുള്ള സുഖാനുഭവമാണോ എന്നൊന്നും എനിക്ക് പറയാൻ സാധ്യമല്ല എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതായത് നിങ്ങളുടെ ശിക്ഷ വൈകിക്കുന്നതോ അതിൻ്റെ സമയം അവ്യക്തമാക്കിയതോ ദുനിയാവിൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ നാശമാകുമെന്നോ ജിഹാദ് വൈകുന്നത് നിങ്ങൾക്ക് പരീക്ഷണമാകുമെന്നോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ കുഴപ്പം ഉണ്ടാവില്ല എന്നും നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രമാകുന്നതാണ് എന്നും ലാദ്രി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചാൽ അത് നിങ്ങളുടെ ഗുണത്തിനാകാം, അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് നിങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നാശത്തിനും ആവാൻ സാധ്യതയുണ്ട് എന്നും അള്ളാഹിൻ്റെ റസൂല് പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു. ഖാല റബ്ബി ഹ്കും ബിൽ ഹഖ്. അള്ളാഹുവേ, ഹക്കായ രൂപത്തിൽ യാഥാർത്ഥ്യമായത് നീ വിധി കൽപ്പിക്കണമേ. വറബ്ബുന റഹ്മാനുൽ മുസ്തആൻ. നമ്മുടെ രക്ഷിതാവ് പരമകാരുണികനാണ്, അതുപോലെ തന്നെ മുസ്തആനാണ് അള്ളാഹു. അതായത് സഹായത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവനാണ്. അലാമാ തസിഫുൻ. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെക്കുറിച്ച്, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഏത് കാര്യത്തെ സംബന്ധിച്ചും എനിക്ക് അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ പറ്റും. ആ രൂപത്തിൽ അള്ളാഹു ഞാനും അടുപ്പമുള്ളതാണ് എന്ന് പറഞ്ഞേക്കുക. എനിക്കും എൻ്റെ ജനത്തിനും ഇടയിൽ ശിക്ഷയുടെ കാര്യത്തിൽ സത്യസന്ധമായി ന്യായയുക്തമായി നീ വിധി കൽപ്പിക്കണമേ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കും അവർക്കും ഇടയിൽ സത്യപ്രകാരം നീ വേർതിരിവുണ്ടാക്കണമേ എന്നും ഇതിനർത്ഥമായി പറയാവുന്നതാണ്. ഇതോടെ ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി റമദാനിന് ശേഷം അടുത്ത സൂറത്തുമായി വരാം. സർവശക്തൻ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ. ഈ റമദാൻ ഭംഗിയായി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് സാർത്ഥകമാക്കുവാനും പിറന്നു വീണ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി ശവ്വാലിൽ വീണ്ടും ഒരുമിച്ച് ചേരാനുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.